നമ്മുടെ ഒരു കമ്പൽസറി സേവിങ്സ് ആയിട്ട് വേണം LIC കാണാൻ. ടാക്സ് ബെനിഫിറ്റ്സും റിസ്ക് കവറേജും ഒക്കെ അഡീഷണൽ അട്രാക്ഷൻസാ. ഇപ്പൊ നമ്മളെ പോലുള്ള വർക്കിംഗ് വിമൻസിന്റെ കാര്യം തന്നെ എടുക്കാം. മാസം ഒരു 10,000 രൂപ വരുമാനം ഉണ്ടെന്ന് വെക്കുക. സുമംഗലയുടെ ഏജ് എത്രയാന്ന് പറഞ്ഞേ? അതെ, എനിക്ക് ഈ സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതാ. ആയിക്കോട്ടെ. കനാലിന്റെ സൈഡിലുള്ള ഹൗസിംഗ് കോളനി അല്ലേ? നമ്പർ 42. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൗകര്യം പോലെ രസം കൊണ്ട് ഇറങ്ങാൻ കേട്ടോ. ഇരിക്കണോ? ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. ഓ ആ. എന്താ പേര്? പ്രമീള. വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അതെ. ജീവൻ സുരഭി എടുത്തിട്ടുണ്ടോ? പെട്ടെന്ന് ഇറങ്ങ്. ആരെങ്കിലും പ്രതികരിക്കട്ടെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പെണ്ണുങ്ങൾ കയറി ഇറങ്ങും ചെയ്യുമ്പോൾ അവരുടെ മുട്ടിയൂരുമല്ലേ സ്റ്റാൻഡ് ചെയ്ത് കയറി പോലും ശ്രദ്ധിക്കാൻ. ഒന്ന് വിടോ, ഞാൻ മനഃപൂർവ്വമൊന്നുമല്ല. ബസ് ആവുമ്പോ കയറി ഇറങ്ങുമ്പോ തട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും. ഈ പെമ്പറന്നോലെ വെറുതെ പറഞ്ഞ ഐ എം ആൻ അഡ്വക്കേറ്റ്. മനസ്സിലായോ? ഈ നാട്ടിൽ കോടതിയുണ്ട്, വക്കീലന്മാരുണ്ട്. ഇതിന് വ്യക്തമായ തെളിവുണ്ട്, സാക്ഷികളുണ്ട്. ഇത് ഒന്നാം സാക്ഷി, ഇത് രണ്ടാം സാക്ഷി. സാക്ഷികൾ രണ്ടുപേരും വണ്ടിയിൽ കയറി വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. നിനക്ക് തൃപ്തിയായില്ലേ സാർ? ഒന്നിങ്ങൊന്ന് സാർ, ഈ നിസ്സാര പ്രശ്നത്തിനൊക്കെ. നിസ്സാര പ്രശ്നം? 3 വർഷം നിയമം മാത്രം പഠിച്ചവനാ ഞാൻ. സെക്ഷൻ 354 മൊളസ്റ്റിംഗ് എ ലേഡി മിനിമം 2 വർഷം അകത്ത് എടുക്കേണ്ടി വരും. ഒന്ന് സഹായിക്കണം ചേച്ചി, നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇതൊക്കെ ഡീൽ ചെയ്യേണ്ടത്. ഒന്ന് പറഞ്ഞാട്ടെ. ചേച്ചി അകത്തോട്ട് കയറിയേ. നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് നാളെ യാത്ര ചെയ്യാനുള്ളതാ. വണ്ടി സ്റ്റേഷനിലേക്ക് വിടോ. ഇങ്ങോട്ട് കേറി നിലടാ. നിന്റെ അടുത്ത് എന്തരടേ പ്രത്യേകിച്ച് പറയണം? അല്ല സാർ, ഞാൻ അവനെ പോലെ കിളിയല്ല, കണ്ടക്ടറാണ്. എന്നാ പിന്നെ ഫുട്ബോളിൽ കറിയല്ലേ? മധുസൂനമ്പുള്ള ആള് പെശലാണ് കേട്ടായി. ഇടിച്ചിന്റെ കൂമ്പ് പൊട്ടിച്ചോളെ. എന്ത് നിക്കണത്? സിംഹാസനങ്ങളൊക്കെ നിരത്തി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? പോയി ഇരിക്കാത്തത് ഇരിക്കി. ഇല്ല സാർ, വീട്ടിൽ പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് സാർ. എന്നാ പെട്ടെന്ന് അങ്ങ് പോയി. പെറ്റീഷൻ എഴുതിക്കൊണ്ടിരിക്കണ കണ്ടില്ലേ? നിങ്ങൾ അവിടെ പോയി ഇരിക്കി. സാർ നിന്നോളാം സാർ. ഞങ്ങളിപ്പം പോലീസുകാർ പെറ്റീഷനുമായിട്ട് വരണവരുത്തും മര്യാദയ്ക്ക് പെരുമാറാറുള്ളൂ. അത് മോളിൽ നിന്നുള്ള ആർഡറാണ് കേട്ടാ. പോയിരിക്കും. ശരി സാർ. പരാതിക്കാരിയുടെ പേര് കാപ്പി വനജാന്ന് മാത്രമേ ഉള്ള. സാർ, കേസൊന്നും എടുക്കണ്ട സാർ. സാറൊന്ന് ഉപദേശിച്ച് വിട്ടാ മതി. എന്നാ പിന്നെ വല്ല ഉപദേശിമാരടുത്തും പോയാ പോരായിരുന്ന? ഇവിടെ എന്തെടുപ്പാൻ കയറി വരണത്? ഇട് ഒപ്പിട്. അല്ല, പരാതി വക്കീലിന്റെ സ്വന്തം പേര് കൊടുത്താ പോരെ? ചേച്ചി പേടിക്കാതെ, ഈ പരാതിയിലൊന്ന് ഒപ്പിട്ടാ മാത്രം മതി. ബാക്കി ഞാൻ ഏറ്റു. എന്താ മോളെ, അമ്മ വന്നില്ലേ? ഇല്ല അങ്കിൾ. വൈകുന്ന് പറഞ്ഞിരുന്നോ? ഇല്ലെന്നേ. എത്തിയല്ലോ. കുറച്ചു നേരം ആ കുട്ടി ഒന്ന് പേടിപ്പിച്ചു അല്ലേ? ഇച്ചിരി വൈകി പോയി ശങ്കരേട്ടാ. ഇന്നത്തെ കഥയൊന്നും പറയണ്ട. വരുന്ന വഴിക്ക് ബസ്സിലൊരു ചെറിയ പ്രശ്നം. നമ്മളെന്താ തിരുവനന്തപുരത്ത് വെച്ചെൻ്റെ പയ്യനില്ലേ, കക്ഷി ഒരു വക്കീലാ. അവനതെല്ലാം കൂടെ അങ്ങ് വഷളാക്കി. പുലിവാലി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ വൈകുമ്പോ അപ്പുറത്തെ വീട്ടിലൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ അമ്മയ്ക്ക്? ഊര് തണ്ടുന്ന ജോലിയാ. എവിടെങ്കിലും വല്ല അസം വന്ന് വീണാൽ പോലും ഞാൻ അറിയില്ല. അന്ന് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറഞ്ഞാൽ അതും കേൾക്കൂല. ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ലടാ. സോറി. വേണ്ട, എന്ത് പറഞ്ഞാലും ഉണ്ടൊരു കോറി. ലൈഫിലൊരു സന്തോഷം വരാൻ പാടില്ലെന്ന് അമ്മയ്ക്ക് എന്തോ നിർബന്ധമുള്ള പോലെയാ. 4 മണി തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ ഞാനോ, അമ്മ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാനോ. അറിയോ, എനിക്ക് ജോലി കിട്ടി. എന്നിട്ടാണോ? വേണ്ട, എന്റെ സന്തോഷം ഒക്കെ പോയി. നിന്റെ സന്തോഷം എങ്ങും പോയിട്ടില്ല. ഒരു കോമഡി. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തോണ്ടാ വന്നേന്നറിയോ? അമ്മ കറക്റ്റ് ചെയ്ത പ്ലാൻ ബോസിന് ഇഷ്ടമായി. അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയത്. അമ്മയ്ക്ക് ഒരു ഷേക്ക് ഹാൻഡ് തന്നിട്ട് സർപ്രൈസ് ആയി പ്രസന്റ് ചെയ്യുന്ന ഫ്ലവേഴ്സും കേക്കും ഒക്കെ വാങ്ങിട്ട് വന്ന. പക്ഷേ എല്ലാം കുളവായി. ഞാൻ നോക്ക്, ഫ്ലവേഴ്സ് വാടുകയും ചെയ്ത് കേക്കിൽ ഉറും ഭരിക്കുകയും ചെയ്തു. പോട്ടെ പെണ്ണുങ്ങല്ലേ. ഏതായാലും എനിക്ക് ആദ്യം തരാതിരുന്ന ഷേക്കാനുണ്ടല്ലോ, അതിങ്ങനെ വേണ്ട. അമ്പടാ, അത്ര കമ്മിയാണോ? എന്നാ വേണ്ട. വേണേ ഒരു കൈ മാത്രം താ.